ജീവ സന്ദേശത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പ്രതിദിന ധ്യാന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 38 39 വചനങ്ങൾ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. യേശു കർത്താവിൻ്റെ ഒരു പ്രഖ്യാപനമാണ് നാം വായിച്ച വചനം. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് യേശു വിശ്വസിക്കുന്ന എല്ലാവരോടും ആ പെരുന്നാളിന് വന്നു ചേർന്ന എല്ലാവരോടും അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇതൊരു പ്രവചനമാണ്. ഈ പ്രവചനം യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 13-ാമത്തെ വചനത്തിലാണ് കാണാൻ കഴിയുന്നത്. അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവചിച്ച പ്രവചനം വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടുകയാണ്. എന്നാൽ അവിടെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് പറയുന്ന ആ കാര്യം യേശു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ അവിടെ ഒരു വിശദീകരണം കൂടെ നൽകുകയാണ്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. അത് ദൈവവചനം നൽകുന്ന അസന്നിഗ്ധമായിരിക്കുന്ന ഒരു കൽപ്പനയാണ്. യേശു കർത്താവിൽ വിശ്വസിക്കുക, അതായത് ഓരോരുത്തരെയും പാപത്തിന് പരിഹാരമായിട്ടാണ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ഓരോ ദൈവ പൈതലിന്റെയും ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് ആവസിക്കും എന്നുള്ള കാര്യം കർത്താവ് ഇവിടെ പറയുകയാണ്. നാം ഈ കാര്യം കുറച്ചുകൂടെ മനസ്സിലാക്കണമെന്ന് വരികിൽ യേശുക്രിസ്തു പറഞ്ഞ ചില പ്രസ്താവനകളിലൂടെ നാം ചിന്തിച്ചേ സാധ്യമാക്കുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് അവിടെ പറയുന്ന പ്രസ്താവന നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ വന്ന് അവനിൽ വാസം ചെയ്യും എന്നാണ് കർത്താവ് പറഞ്ഞത്. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും വന്ന് അവനിൽ വാസം ചെയ്യും എന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളതായി നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വചനം, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ആകുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നു എന്നെല്ലാം പറഞ്ഞതിന് ശേഷം കർത്താവ് പറഞ്ഞതാണ്, ഞങ്ങൾ വന്ന് അവനിൽ വാസം ചെയ്യും. നമുക്ക് താഴോട്ടുള്ള ഭാഗത്ത് അത് കാണാൻ കഴിയും. മാത്രമല്ല അതിൻ്റെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളോടുകൂടി നിന്റെ അടുക്കൽ വരും എന്നൊക്കെ കർത്താവ് പറയുന്നത് കാണാൻ കഴിയും. അവ ചുരുക്കത്തിൽ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന വാഗ്ദത്തമായിട്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 13-14 വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും, സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് പിതാവിന്റെ മഹത്വത്തിനു വേണ്ടി പുത്രന്റെ മഹത്വത്തിനു വേണ്ടി നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകി എന്ന് അവിടെ കാണാൻ കഴിയും. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാം വചനത്തിലും ഇപ്രകാരം പറയുന്നുണ്ട്, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുവാൻ തന്നെ. ആ ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഉപദേശം പൗലോസ് മുഖാന്തരം നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലാണ് എന്നുള്ള കാര്യം അവിടെ വിവരിക്കുന്നത് കാണാൻ കഴിയും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ അവനുള്ളവനാണ് എന്ന് റോമാലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ കാണാൻ കഴിയും. ക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ അവനുള്ളവനാണ്. അതായത് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവ്, യേശുക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ള ആൾ ക്രിസ്തുവിനുള്ള ആളാണ്. ക്രിസ്തുവിനുള്ള ആൾ ദൈവത്തിനുള്ള ആളാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ആ വലിയ കാര്യം മനസ്സിലാക്കണം. മാത്രമല്ല കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൽ 3-ാമത്തെ
വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന കാര്യം, ഒരാൾ കർത്താവ് എന്ന് ഏറ്റുപറയണമെങ്കിൽ പരിശുദ്ധാത്മാവിനല്ലാതെ സാധ്യമല്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് അവിടെയും അസന്നിഗ്ധമായി പറയുന്നു. പരിശുദ്ധാത്മാവിൽ മാത്രമേ ഒരാൾക്ക് യേശു കർത്താവ് എന്ന് പറയുവാനായിട്ട് കഴിയുള്ളൂ. യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. ആ ആത്മാവിന്റെ ശക്തിദാനം ലഭിക്കും. ആ ആത്മാവിന്റെ ശക്തിദാനം ലഭിച്ച നാം ആത്മാവിൽ നിറയുന്നവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി നാം വിധേയപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുവാനിടയാകും. ആത്മനിറവിലുള്ള ശുശ്രൂഷ ചെയ്യുവാനിടയാകും. കേൾവിക്കാർക്കും അതുപോലെ തന്നെ നമ്മുടെ ശുശ്രൂഷ അനുഭവിക്കുന്നവർക്കും പരിശുദ്ധാത്മാവിലാണ് അദ്ദേഹം ശുശ്രൂഷ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് പറഞ്ഞ ഈ പ്രസ്താവന എത്ര കറക്റ്റാണ്. തന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നമുക്കും അങ്ങനെ ഒരു ഭാഗ്യം ദൈവം നൽകി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുന്നത് മുഖാന്തരം അനേക ആയിരങ്ങൾക്ക് നമ്മുടെ ശുശ്രൂഷ കൊണ്ട്, നമ്മുടെ വചന പഠനം കൊണ്ട് പ്രയോജനപ്പെടുന്നു. നാം ഒരു അനുഗ്രഹ പാത്രമായി, അനുഗ്രഹ കാരണമായി അനേകർക്ക് തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ നൽകിയുകൊണ്ട് സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികളായി ബുദ്ധിമുട്ടുന്നവർക്ക് വിടുതലിന്റെ കരം നീട്ടണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് നന്ദി. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.